ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷിബി നസീർ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു മോഡൽ ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ മെസ്സേജ് നമുക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓഫറിലാണ് കൊടുക്കുന്നത്. അതായത് ഇതിന് 999 ആണ് റേറ്റ് വരുന്നത്. ഇത് നിങ്ങൾക്ക് 799 ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കിട്ടുന്നത്. നമ്മളിപ്പോൾ ഒരു ടോപ്പ് അടിക്കാൻ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേറ്റ് ആവും. ഇത് ഈ ഒരു ഹെവി ഷോള് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു ഷോള് നിങ്ങൾക്കിത് വേറെ ഡ്രസ്സിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിയ വരുന്നൊരു ടോപ്പാണ്. നല്ല ഭംഗിയിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ആലിയാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ആലിയാണ്. ഫുൾ സ്ലീവിൽ നല്ല ഹെവി റയോണിൽ വരുന്ന ആലിയ മോഡൽ. ബാക്കിൽ ഇതിൽ ഫ്രില്ല് വരുന്നില്ല കേട്ടോ. ബാക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഇടുമ്പോൾ. കൂടുതൽ ഫ്രില്ല് വരുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽ ഓക്കെ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ പൊന്തിങ്ങനെ നിൽക്കും. അതിലും നല്ലത് ശരിക്കും ആലിയ ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഫ്ലാറ്റായിട്ട് കുറച്ച് ഫ്രില്ലിലാണ് എല്ലാവർക്കും ഭംഗി ഉണ്ടാവുക. അതിപ്പോൾ ഏത് സൈസുള്ളവർക്കായാലും കേട്ടോ. ഇപ്പം നമ്മളടിക്കുമ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നല്ല ഭംഗിയിലാണ് കൊടുക്കുക. നല്ലൊരു വീനൊക്കെ വന്നിട്ട് ഈ ഒരു ഹെവി ഷോൾ കേട്ടോ. ഇതിലെല്ലാം ഇങ്ങനെ ഗോട്ടാ ലേസ് വരുന്നുണ്ട്. രണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ മെറൂണും പിന്നെ പിസ്ത ഗ്രീൻ ബ്ലാക്ക് പിന്നെ ഒരു ബ്രിക്കിലൊരു പേസ്റ്റൽ ബ്രിക്ക് ആ ഒരു ഷെയ്ഡും അങ്ങനെ വരുന്നൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ വന്നിട്ടില്ല. ഒരു പുതിയൊരു മോഡലാണ് ഇതിങ്ങനെ ഒരു ഷോളിന് ഇത്രയും ഹൈലൈറ്റ് കൊടുത്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പായിട്ട് വരുന്നത്. പക്ഷേ ഇത് നമ്മൾ ഓഫറിലാണ്. നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫറിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 799 ആണ്. നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ടും കുറേ പേര് ഓഫർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് നമ്മൾ ഓഫറിൽ ഇട്ടത്. അത് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ഉള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന് ശരിക്കും നമ്മൾ ഒരുപാട് ഓർഡർ ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പെട്ടെന്ന് തീരുമാനം എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം പിന്നെ നമുക്കത് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഓൺലൈൻ ഓഫർ സെയിലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. 799 ആണ് റേറ്റ് വരുന്നത്. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യണം. പിന്നെ ഇനി കുറച്ച് ദിവസം മാത്രമാണ് നമ്മൾ ഷോപ്പിൽ സെയിൽ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പുതിയ സ്റ്റോക്ക് കയറുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. അറിയില്ലാത്തവർ മാത്രം വാട്സപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം ഡിലേ ഒന്ന് റെഡി ആക്കിയിട്ട് വരികയാണ്. ഇത്രയും നാൾ നമുക്ക് കുറേ കൊടുക്കാനും കുറേ ഡീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വരികയാണ്. അതുകൊണ്ട് മാക്സിമം വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് പെട്ടെന്ന് ഐറ്റം കിട്ടുക. നമുക്ക് ഓർഡർ കൺഫേം ആവും. നമുക്ക് അതിൻ്റെ പിന്നാലെ കുറേ നേരം ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് www.larosa.com അടിച്ചു കൊടുക്കണം. നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക. ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് 3 ഐക്കൺ കാണുന്നുണ്ടല്ലോ. അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ ചെയ്താലും മതിയാവും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID, അതിന് നമുക്കിഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം. ആ പാസ്വേഡൊക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക. നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൽ യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം, ഇമെയിൽ അടിച്ചു കൊടുക്കണം. ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം.
അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ 3 കളേഴ്സ്, ഇപ്പോൾ 4 കളേഴ്സൊക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും. സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ 4 ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല. സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ്, കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീഡ് ടു ചെക്കൗട്ട് കാണാം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം. ഇപ്പോൾ ബില്ലിംഗ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാവണമെന്നില്ല കേട്ടോ. കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ. ഇതിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ജില്ല കൊടുക്കണം, അതുപോലെ തന്നെ പിൻകോഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ. ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ അഡ്രസ്സ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മളെത്തും. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഫോൺ പേ ഒക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം. ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ. ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല. മുന്നേ പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക. ഇതിൽ നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും.